മുസ്ലിം ലീഗിന് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റില്ല. ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് നിലപാട്. രാജ്യസഭയിൽ ലീഗിന് സ്ഥിരമായി 2 സീറ്റ് നൽകുമെന്നും കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചു. നേതൃയോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ ലീഗ് അന്തിമ തീരുമാനമെടുക്കും. ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. എന്നാൽ ഈ നിർദ്ദേശം മുസ്ലിം ലീഗ് അംഗീകരിച്ചിട്ടില്ല. തീരുമാനമെടുക്കേണ്ടത് ലീഗാണ്. ലീഗ് തീരുമാനം അറിയിച്ചാൽ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. 2 പാർട്ടികളുടെയും ഉന്നത നേതൃത്വവുമായി സംസാരിച്ച് തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച തൃപ്തികരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മറ്റന്നാൾ ലീഗ് മീറ്റിംഗ് വിളിക്കുകയും ചർച്ച വിലയിരുത്തുകയും ചെയ്യും. വിശദാംശങ്ങൾ പലതുമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങൾ സ്ഥലത്തില്ല, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ എത്തും. മറ്റന്നാളെ 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ 2 കൂട്ടരും സംതൃപ്തരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറഞ്ഞു. ഞാൻ UDF ചെയർമാനായിട്ടല്ലേ പറയുന്നത്. UDF സംതൃപ്തമാണ്. വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കണ്ടല്ലോ, അതൊന്നും നടക്കില്ല. എല്ലാം പോസിറ്റീവാണ്. അല്ല, ഒരു 3ാം സീറ്റ് എന്നൊരു അവർക്ക് കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനം. ഒരു ചർച്ചയാണത്, ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. 3ാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും. രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ധാരണ. അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. അപ്പോൾ അവർ 27-ാം തീയതി രാവിലെ അവരെ ഈ രാജ്യസഭാ സീറ്റ് കാര്യം ചർച്ച ചെയ്ത തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. വിവരങ്ങൾ റിനു ശ്രീധർ നൽകും. റിനു, ഇപ്പോൾ സമവായം പരസ്യമാക്കുകയാണോ സുധാകരൻ? ഷഹാന, ഇന്നത്തെ ഒരു ഉഭയകക്ഷി ചർച്ച കൂടി കഴിയുമ്പോൾ ലീഗിന് 3ാം സീറ്റ് ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കുന്നു. കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നു 3ാം സീറ്റ് നൽകില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒഴിവ് വരുന്ന ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്നുള്ളൊരു ചർച്ച, ഒരു ധാരണ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണവും അല്ലെങ്കിൽ സമ്മതവും ലീഗ് മൂളിയിട്ടില്ല എന്നുള്ളതാണ്. 27-ാം തീയതി മലപ്പുറത്ത് വെച്ച് ലീഗിന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടി ഇത്തരം ഒരു കാര്യത്തിൽ അദ്ദേഹം കൂടി ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അത്തരമൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹൈക്കമാൻഡുമായി അനുമതി തേടും, അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യുമെന്നുള്ളതാണ് സുധാകരൻ, KPCC അധ്യക്ഷൻ സുധാകരൻ മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചത്. ആ ഒരു കാര്യത്തിൽ കൃത്യമായി തന്നെ ഒരു ധാരണയിലെത്തി എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. കാരണം 3ാം സീറ്റ് നൽകിയില്ലെങ്കിൽ വലിയ കടുത്ത നിലപാടിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇന്നും രാവിലെ ലീഗിന്റെ നേതാക്കൾ മാധ്യമങ്ങളോട് ഞങ്ങളോട് പറഞ്ഞത് ഒരു രീതിയിലും നിലപാടിൽ മാറ്റമില്ല, 3ാം സീറ്റ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്തത്. ആ ചർച്ചയിലാണ് ഒരു തീരുമാനമാകാതെ അല്ലെങ്കിൽ ഒരു ധാരണയിൽ എത്തിയെങ്കിൽ പോലും അത് പരസ്യപ്പെടുത്തുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി പറഞ്ഞു വെച്ച യോഗം അവസാനിപ്പിച്ചത്. 27-ാം തീയതി ഇരു കൂട്ടരും നേതൃത്വവുമായി, 2 കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വവുമായി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും ലീഗിന് 3ാം സീറ്റ് ഇല്ല എന്നുള്ളത് ഏകദേശം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് തൃപ്തികരമാണ് ചർച്ച എന്നുള്ളതായിരുന്നു. അപ്പോൾ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി ലീഗ് അംഗീകരിക്കുമെന്നുള്ള സൂചനകളാണോ ഇത്?
തീർച്ചയായും. പക്ഷേ ഒരു കാര്യം അവർ സംശയം പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയിലും ഇന്നത്തെ യോഗത്തിൽ ആ ഒരു കാര്യത്തിൽ അനുമതി അല്ലെങ്കിൽ സമ്മതം മൂളിയിട്ടില്ല എന്നുള്ളതാണ് ലീഗിന് അങ്ങനെ ഒരു സമ്മതം മൂളാനും കഴിയില്ല. കാരണം ലീഗിന്റെ നേതൃയോഗവുമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, തങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും അത് മതിയോ അല്ലെങ്കിൽ മൂന്നാം സീറ്റ് എന്നുള്ള നിലപാടിൽ ഉറച്ച് കടുത്ത ഒരു നിലപാടിലേക്ക് ലീഗ് പോകുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 27-ാം തീയതി കാലത്ത് ചേരുന്ന ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയോ മറ്റ് ലീഗ് നേതാക്കളോ മുനീർ അടക്കമുള്ള നേതാക്കളോ പോകാത്തത്. എന്തായാലും മൂന്നാം സീറ്റ് നൽകില്ല എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പകരം ഒരു സമവായ ചർച്ച എന്നുള്ള നിലയ്ക്ക് ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്നും തുടർന്നുള്ള ഘട്ടങ്ങളിൽ വർഷങ്ങളിലെല്ലാം തന്നെ ഈ രാജ്യസഭാ സീറ്റ് 2 എണ്ണം കൃത്യമായി തന്നെ നൽകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തുന്നത്. പക്ഷേ അത് സമ്മതിച്ചിട്ടില്ല ലീഗ് എന്നുള്ളതാണ് KPCC അധ്യക്ഷനും പറയുന്നത്. ആ സമ്മതം കൃത്യമായി ചർച്ചയിലൂടെ മാത്രം ഈ ലീഗ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അവർ പുറത്ത് വിടുക. ലീഗിന് ലോക്സഭയിൽ 3-ാം സീറ്റ് അനുവദിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഉപാധിയാണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. ഇതിൽ അന്തിമ തീരുമാനം ലീഗ് ദിവസങ്ങൾക്കകം പുറത്തുവിടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്.